അപ്പോൾ കഴിച്ച് 2 ദിവസമായിട്ട് നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ന്യൂസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് നടൻ കൃഷ്ണകുമാറിനെതിരെ ജാമ്യത വകുപ്പ് പ്രകാരം കേസെടുക്കാൻ തട്ടിക്കൊണ്ടുവരുമായിട്ടുള്ള പ്രശ്നം, പിന്നെ വധഭീഷണി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കേസെടുക്കാൻ ന്യൂസ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ന്യൂസ് കണ്ടപ്പോൾ നമ്മളും ആ ന്യൂസ് കണ്ടപ്പോൾ ബന്ധം വിട്ടില്ലേ? ഞാൻ ശരിക്കും നമ്മൾ വിചാരിച്ചു ഇത്രയും വലിയ പ്രശസ്തനായി നിന്ന് പണ്ടത്തെ നമ്മളെ ഭയങ്കര എല്ലാവർക്കും അറിയാവുന്ന നടനായിരുന്നു, വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഫാമിലിയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു നടന്റെ ഇതാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു ന്യൂസ് വന്നപ്പോ നമുക്കും ഭയങ്കര ടെൻഷൻ. അയ്യോ എന്താണ് സംഭവം എന്താണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ന്യൂസ് കാണാം. നമസ്കാരം ഗൈസ്, ആർജിയാണ്. നമുക്ക് ഫസ്റ്റ് ന്യൂസ് കാണാം. ന്യൂസാണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പോൾ നടൻ കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ പരാതി നൽകിയ ആ സ്ഥാപനത്തിലെ ജീവനക്കാർ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയാണ് തത്സമയം. ഓഫീസിൽ വെച്ച് ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നതാണ് നിങ്ങളിത് സമ്മതിച്ചേ പറ്റും, ഞങ്ങൾ അവർ ഭീഷണിപ്പെടുത്തിയാണ് ഈ കാര്യം ഞങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത്. എന്നിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞിരിക്കുന്നത് 5 ലക്ഷം രൂപയാണ് ഞാൻ നിങ്ങളടുത്ത് ഓഫർ ചെയ്യുന്നത്, നിങ്ങൾ കാരണം എൻ്റെ 200 ഓർഡേഴ്സാണ് പാക്ക് ചെയ്യാതെ പോയിരിക്കുന്നത്, നിങ്ങൾക്കെതിരെ ഒരു പരാതി കൊടുക്കണ്ടെങ്കിൽ എനിക്ക് ഒരു അച്ഛനേ ഉള്ളൂ, നിങ്ങൾ 5 ലക്ഷം രൂപ എൻ്റെ ഫ്ലാറ്റിൽ കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ സ്റ്റോറിയോ സ്റ്റാറ്റസോ ഒന്നും ഞങ്ങൾ ഒരിടത്തും ഇടത്തില്ലാന്ന്. ആ ദിവസം തന്നെ പുള്ളിക്കാർ ഇങ്ങനെ ഓരോ സ്റ്റാറ്റസായിട്ട് ഇടുന്നുണ്ടായിരുന്നു. ഞങ്ങളെ ഫോൺ വഴി 3 പേരെ 3 നമ്പറിൽ നിന്ന് വിളിച്ച് ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ദിവ്യയുടെ അടുത്ത് വിളിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡിനെതിരെ കള്ളക്കേസ് കൊടുക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് നമ്മുടെ കയ്യിലുണ്ട്, ദിയ സംസാരിക്കുന്നതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് നമ്മുടെ കയ്യിലുണ്ട്. പിറ്റേന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു നിങ്ങളെ 3 പേരെ എനിക്ക് കാണണം, നിങ്ങൾ പൈസയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ തിരികെ വിടാം, നിങ്ങൾ ഇനി വേറെ ഒരു സംസാരവും ഇല്ല, എനിക്ക് വന്ന നഷ്ടത്തിന് നിങ്ങൾ അതെങ്കിലും എനിക്ക് ചെയ്തേ പറ്റൂ. കാരണം ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും നമ്മൾ എന്തിനാണ് അപ്പോൾ പൈസ കൊണ്ടുപോയെന്ന്. കാരണം ഇവർക്ക് ഇത്രയും പേയ്മെൻറ്റ് വരുമ്പോൾ നമ്മളിപ്പോൾ മന്ത്ലി അവർക്ക് ഒരു 30,000 രൂപ 40,000 രൂപ കൊടുക്കുമ്പം ദിയ നമുക്കൊരു ഇൻക്രിമെൻറ്റ് പോലെ നമുക്കൊരു 5,000 6,000 രൂപയൊക്കെ ഞങ്ങൾക്ക് സാലറി കൂടാതെ ഞങ്ങൾക്ക് ദിയ തരുമായിരുന്നു. അപ്പോൾ ദിയ അങ്ങനെ തരുന്നതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം അതിനെപ്പറ്റി ചിന്തിക്കാതിരുന്നത്. പിന്നെ ഷോപ്പിലുള്ള എല്ലാ ഇൻ്റർനാഷണൽ ഓർഡേഴ്സും ഞങ്ങളുടെ അഡ്രസ്സ് ഉപയോഗിച്ച് അയക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നം കുറച്ച് പ്രശ്നമാണെന്ന് തോന്നി തുടങ്ങിയത്. കാരണം എല്ലാത്തിനും നമ്മുടെ അഡ്രസ്സാണ് ഉപയോഗിക്കുന്നത്, ദിയയുടെ പേഴ്സണൽ കോൺടാക്റ്റോ ദിയയുടെ ഒരു കാര്യങ്ങളോ ദിയ ഒരിടത്തും ഉപയോഗിക്കത്തില്ല. എന്നിട്ടാണ് ദിയ നമ്മളെ ഫ്ലാറ്റിൽ വിളിച്ച് വരുത്തിയിട്ട് പറയുന്നത് നിങ്ങൾ 5 പേരും എൻ്റെ ഹസ്ബൻഡ്, പുള്ളിക്കാരുടെ ഹസ്ബൻഡ്, ദിവ്യ, പുറത്ത് ഇതാരെ അറിയിക്കരുത്, ഈ കോൾ റെക്കോർഡ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്, നിങ്ങൾ വരണം, നിങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ 5 ലക്ഷം രൂപയും വെച്ച് നിങ്ങളെ ഒന്ന് എനിക്ക് കണ്ടാൽ മതി, വേറെ ഒരു ആവശ്യവുമില്ല, ഞാൻ കണ്ടിട്ട് നിങ്ങളെ വിടുന്നതായിരിക്കും. ആ പൈസയും മേടിച്ചെന്ന് പറഞ്ഞ് ദിയ ആർക്കോൺ പ്രീമിയർ എന്ന് പറഞ്ഞ് ദിയയുടെ ഫ്ലാറ്റിലോട്ട് ഞങ്ങളെ വിളിച്ച് വരുത്തുകയും രാവിലെ 10 മണിക്ക് എത്താനാണ് ദിയ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ എത്തിയതിന് ശേഷം ഞങ്ങളുടെ നിന്ന് പൈസ വാങ്ങിയതിന് ശേഷം ദിയയുടെ വീട്ടുകാർ ഓരോരുത്തരായിട്ട് വിളിക്കുകയും അവരെല്ലാവരും ഓരോ കാറിലായിട്ട് വന്ന് ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ അവർ 5 പേരും 5 സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുകയാണ്. ദിയയെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങൾ അവൾക്ക് യൂട്യൂബിൽ നാളെ ട്രെൻഡിങ് ഉണ്ടാകുമ്പോൾ ഒരു കണ്ടന്റ് മാത്രമാണ്. അപ്പോൾ ഗൈസ് ഈ ഫസ്റ്റത്തെ 2 മിനിറ്റ് നമ്മൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവണമെന്ന് വെച്ചാൽ ഇവരിപ്പോ അവര് ന്യൂസില് അവരുടെ അടുത്ത് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് പറയുന്ന കാര്യം വളരെ വ്യക്തമായി നിങ്ങളും ശ്രദ്ധിച്ച് കേൾക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ട്വിസ്റ്റുകൾ മനസ്സിലാവുള്ളൂ. കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളെ ദിയ കൃഷ്ണ OBI ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണ് ഇവർ 3 പേരും. അപ്പൊ ഇവര് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന പേയ്മെന്റിൽ വരുന്ന പൈസ ഇവരുടെ ഗൂഗിൾ പേയിലേക്ക് വന്ന ശേഷം ആ പൈസ അവര് മാസം 30,000 വരുമ്പോൾ അവർക്ക് ദിയക്ക് കൊടുക്കുന്ന പറഞ്ഞത്. അപ്പൊ ദിയക്ക് കൊടുക്കുമ്പോൾ ദിയ അവർക്ക് 10,000 രൂപ ഇൻക്രിമെന്റ് പോലെ കൊടുക്കും, 5,000 രൂപ ഇൻക്രിമെന്റ് പോലെ കൊടുക്കും എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. അപ്പൊ ഈ പൈസ മാത്രമല്ല വന്ന പൈസ ഇപ്പൊ 2,000 അക്കൗണ്ടിലേക്ക് വരുമ്പോ ഞങ്ങള് 3 പേരായിട്ട് അക്കൗണ്ടിലേക്ക് ഷെയർ ചെയ്തിട്ട് ആ പൈസ അങ്ങനെ കൊടുക്കണം മാസം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ ഷെയർ ചെയ്ത പൈസ മാസം കൊടുക്കാന്ന് പറഞ്ഞേക്കണത്. പക്ഷെ ഇതിന് വേറെ കുറെ സംഭവമുണ്ട്. ബാക്കിയുള്ള വീഡിയോ കാണുമ്പോ ശരിക്കും പറഞ്ഞാൽ ഇവര് എന്ത് രീതിയിലാണ് ഇങ്ങനെ സംസാരിക്കണെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ അറിയത്തില്ല. ഇപ്പൊ ഇവര് പറഞ്ഞു വരുന്നത് ആക്ച്വലി ഇവർ പറഞ്ഞു വരുന്നത് ദിയക്ക് GST ഒക്കെ അടയ്ക്കാൻ വേണ്ടി, ടാക്സ് ഒക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയുണ്ട്, അതുകൊണ്ട് ദിയ എന്ത് ചെയ്തു, ഇവരെ അക്കൗണ്ടിലേക്കാണ് പൈസ വാങ്ങിക്കുന്നത്, കൈകൊല്ലി വാങ്ങിക്കുക, എന്നിട്ട് അത് ദിയക്ക് കൊടുക്കുക, അങ്ങനത്തെ രീതിയിലൊക്കെ ഉണ്ട്. മാസം ഇവര് അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്ത് ക്യാഷ് ആയിട്ട് ദേവി കൊടുക്കുക. അപ്പൊ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഏത് ഓണർ അങ്ങനെ ചെയ്യിക്കുക? ഇനിയിപ്പോ അങ്ങനെ അഥവാ ദിയ ടാക്സ് ഷൂട്ടിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പോലെ അതാണ്. അത് ഇനിയിപ്പോ നമ്മള് പോകും വഴിയെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റത്തുള്ളൂ, കേസും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇവര് ന്യൂസിൽ പറയുന്നുണ്ട് ഈ 3 പേരും പറയുന്ന രീതിയും അതിലെന്തെങ്കിലും ഒരു ലോജിക് ഉണ്ടോ എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇതിനകത്ത് ഇവര് പറഞ്ഞ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞത്
അതാണ്. അതെങ്ങനെ തട്ടിക്കൊണ്ടുപോകും? ദിയയുടെ ഷോപ്പിൽ അവര് 1 year ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ദിയയുടെ അമ്മേനെ, അച്ഛനെ, അവരുടെ പെങ്ങന്മാരെ, അതുപോലെ തന്നെ കുടുംബക്കാരെ എല്ലാരും അറിയാം. കാരണം അവരുടെ ഫാമിലിയിൽ ഒരു പ്രോഗ്രാം വന്നാലും അവര് ഇൻവോൾവ് ആണ്, അതിൽ പോകുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ കൂടാതെ അപ്പൊ ഇവര് കാറിലേക്ക് വിളിക്കുമ്പോ ഒരു കൂടായിട്ട് പോവാണ്. അതെങ്ങനെയാണ് നമുക്ക് അറിഞ്ഞിട്ട് ഒരാളെ കൂടെ കേറി പോവാ? ആ കാറിൽ തന്നെ ദിയയുടെ കൊണ്ടുപോണത്, അല്ലാതെ വലിച്ചു വന്ന് കേറി വലിച്ചു കണ്ണുമുക്കൊക്കെ പൊത്തി അതൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള തട്ടിക്കൊണ്ടുപോലെ അത് അല്ലാതെ ഇത് കാർ കേറുന്നു. 3 പേരെ അതിപ്പോ ഞാൻ ഒരു സ്വാഭാവികമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞത്, ഇപ്പൊ നമ്മള് ഒരു കൊലക്കേസിൽ ഒരു പ്രതിനെ കൊണ്ടുപോകുമ്പോ ഒരു ജീപ്പിൽ ഒരാളെയല്ലേ കൊണ്ടുപോകുള്ളൂ, അല്ലാതെ 3-4 ക്രിമിനൽസിനെ ഒരുമിച്ച് ഇടിച്ച് കയറ്റി കൊണ്ടുപോകും. നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ട് ഈ 3 പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഒരു ധാരണയിൽ എത്തുന്നതാണോ നല്ലത്, അതാ 3 പേരും 3 രീതിയിൽ ഒരു സ്ഥലത്ത് എത്തിയിട്ട് അവരുടെ അടുത്ത് ചോദിക്കുന്നതാണ് നല്ലത്? ചിന്തിച്ചോക്ക, ഒരാളെ തട്ടിക്കൊണ്ടു പോവാണെങ്കിൽ 3 പേര് തട്ടിക്കൊണ്ടു പോവാണെങ്കിൽ 3 ഒറ്റ കാറിൽ കൊണ്ടുപോകും. എന്നിട്ട് ആവശ്യമില്ലല്ലോ. തട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞത് ഓക്കെ, തട്ടിക്കൊണ്ട് പോയി. ഈ തട്ടിക്കൊണ്ട് പോയത് ഇവർക്ക് അറിയാന്നുള്ള വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്. മൂന്നാമത്തെ കാര്യം, ഇവര് പോയടുത്ത് 10 പേരുണ്ടായിരുന്നു. എങ്ങനെ 10 പേരുള്ള സംഘമാണ് തട്ടിക്കൊണ്ട് പോകുന്നത്. ഇവരെ ഒന്നും ഉപദ്രവിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അതും കൂടി ഒന്ന് മനസ്സിലാക്കണം. ഇവര് ഫസ്റ്റ് ദിയ വരെ ഫോൺ വിളിച്ച് ഓഫീസിലേക്ക് വരാൻ വേണ്ടി പറയുന്നു, വരുമ്പോൾ പൈസ കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു. ഇവരുടെ അടുത്ത് 5 ലക്ഷം രൂപ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പറയുന്നു. 5 ലക്ഷം രൂപ ഉള്ളൂന്നോട്ട് അത് കൊടുക്കാൻ വേണ്ടി വരികയാണ് ദിയയുടെ ഫ്ലാറ്റിലേക്ക്. അപ്പൊ 5 ലക്ഷം രൂപ കൊടുക്കേണ്ട ആവശ്യം എന്തിരിക്കുന്നു? ഒരു കാര്യം നമ്മൾ ചിന്തിച്ചോ. അപ്പൊ അപ്പൊ ആ പെണ്ണ് പറഞ്ഞ ഇതുണ്ട്, നമുക്കൊരു 5000 ലക്ഷം ഇൻഗ്രീഡിയൻസ് തരുന്നല്ലേ, അപ്പൊ അതുകൊണ്ട് നമ്മള് പൈസ നമ്മൾ ഒരുക്കിയിട്ട് 5 ലക്ഷം രൂപ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു മാസം 5000 ലക്ഷം ഇൻഗ്രീഡിയൻസ് ലഭിക്കും, നമ്മൾ 5 ലക്ഷം രൂപ റെഡിയാക്കി ഒരു വർഷം കൊണ്ടൊക്കെ നമുക്ക് അത്രയും പൈസയൊക്കെ ലാഭം കിട്ടും. അല്ല, അതാണ് സാധാരണക്കാരായി ജീവിക്കുന്ന വ്യക്തികളാണ്. അതിൽ പറയുന്ന 2 പേരുടെ ഹസ്ബൻഡ്, ഒരാളുടെ ഹസ്ബൻഡ് അല്ല, അവ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനാണെന്ന് തോന്നുന്നു. പറയുന്നുണ്ട് അവളുടെ പയ്യൻ അബ്രോഡാണ്. അടുത്ത് എല്ലാ കാര്യത്തിലും ഭയങ്കര ഇൻവോൾവ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്ന വിനീത അല്ലെ, വിനീതയുടെ ഹസ്ബൻഡും പുറത്താണ്. അപ്പൊ ആ ന്യൂസിൽ തന്നെ വ്യക്തമായി നമുക്ക് വേറൊരു എപ്പിസോഡും കൂടി കാണാറുണ്ട്, അത് കണ്ടിട്ട് വരാം. രാധുവിനെ സെപ്പറേറ്റ് ഒരു കാറിൽ, ഞങ്ങളെ 2 പേരും സെപ്പറേറ്റ് ഒരു കാറിൽ നിർബന്ധിപ്പിച്ച് അത് തട്ടിക്കൊണ്ട് പോകുന്നത് തന്നെയാണ്. നമ്മളറിയാത്തൊരു വണ്ടിയിൽ നമ്മളെ കയറ്റിയിട്ട് പോകുന്നത്. ഞങ്ങളുടെ സ്വന്തം വണ്ടിയിൽ പോലും വരാൻ വിടാതെ അവരേതോ ഒരു ഓഫീസിലാണ് ഞങ്ങളെ കൊണ്ടുപോയത്. പിന്നീട് ഞങ്ങൾക്ക് അവരെ സംസാരത്തിൽ നിന്നാണ് അത് അമ്പലമുക്കുള്ള ഒരു ഓഫീസാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അവിടെ ക്യാമറ ഒന്നുമില്ല. അവിടെ ഒരു 6-7 ഒരു 10-അകത്തോളം ആൾക്കാരുണ്ടായിരുന്നു. കൃഷ്ണകുമാർ സാറിന്റെ 4 മക്കളും ഭാര്യയും പിന്നെ അവരുടെ 3 പേഴ്സണൽ ഡ്രൈവേഴ്സും, അതുകൂടാതെ അവരുടെ പാർട്ടിക്കൊക്കെ വേണ്ടി എടുക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു ചെറുപ്പക്കാരനും ഒരു റിസപ്ഷനിസ്റ്റും, അങ്ങനെ കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു അവിടെ കൊണ്ടുപോയിട്ട് അവരെല്ലാവരും ഓരോ ഫോണിൽ നിന്ന് ഓരോ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ 3 പേരുടെ ഫോണ് ബലമായിട്ട് പിടിച്ചു വാങ്ങുകയും ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറിൽ എങ്ങനെയാണ് നമ്മളൊരു പേഴ്സണൽ യൂസർ ഇല്ലാതെ ഏത് ബാങ്കുകാരാണ് 1 വർഷത്തെ സ്റ്റേറ്റ്മെന്റ് അവർക്ക് കൊടുത്തതെന്ന് ഞങ്ങൾക്ക് അറിയണം. കാരണം ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ. അവർ 2 മണിക്കൂർ കൊണ്ടാണ് ഞങ്ങളുടെ ഫുള്ള് സ്റ്റേറ്റ്മെന്റ് എടുത്തത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ ഞങ്ങളുടെ ഫോണൊക്കെ പിടിച്ചു വാങ്ങി വെച്ചിരിക്കുമായിരുന്നു. പറഞ്ഞു അത് ദിയ പറയാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. അതെ, ദിയ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്. ഇപ്പൊ ഞങ്ങൾക്കിപ്പോൾ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ആരും വിശ്വസിക്കാനൊന്നും പോണില്ല. പക്ഷെ ദിയയുടെ ആ ഒരു പബ്ലിസിറ്റിയുടെ രീതി അതായിരുന്നു. ദിയ നമുക്ക് അയച്ചത് അങ്ങനെയാണ്, നാളത്തെ യൂട്യൂബിൽ നിങ്ങൾ ട്രെൻഡിങ് വണ്ണാവും, നിങ്ങൾ എൻ്റെ അടുത്ത് കരയുന്നതും ആ വീഡിയോസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അത് വെച്ച് നിങ്ങളെ നാണം കെടുത്തും, നിങ്ങളെ ഞാൻ കൊല്ലും, ഞങ്ങൾക്ക് വധഭീഷണി വരെ മുഴക്കിയതാണ് ദിയ. പറയുന്നത് ഇങ്ങനെ അവർ 2000 രൂപ കിട്ടിയാലും ഞങ്ങൾ 3 പേരും ഒരുമിച്ച് വീതിച്ചെടുക്കും, അവിടെ നിങ്ങൾ ആരും ഫോഴ്സ് ചെയ്യുന്നില്ല, നിങ്ങൾക്കറിയാം. അത് അതിന് മുന്നത്തെ വീഡിയോ കാണാത്തോണ്ടാണ്. വിഷയം ഉണ്ടായിരുന്നത് ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അത് തന്നെയാണ് പറഞ്ഞത്. അവര് ഞങ്ങളെ കൊണ്ട് കസ്റ്റഡി വെച്ചിരിക്കുന്ന പോലെയായിരുന്നു. അവിടെ പോലീസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അത് പോലീസാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞാൻ അയാളുടെ വീഡിയോ കാണിച്ചു തരാം. ഇപ്പോൾ അയാൾ പോലീസാണെന്ന് അറിയില്ല. അയാളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഓരോന്നും ചെയ്തത്. അയാളെ നിർബന്ധിപ്പിച്ച് ഞങ്ങളെ വീണ്ടും 15 ലക്ഷം രൂപ 3 ചെക്കുകളായിട്ട് ഞങ്ങൾ എഴുതി കൊടുക്കുമെന്ന് ഞങ്ങൾ എഴുതിപ്പിച്ചു. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളിൽ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക.
ഇവര് പറയുന്നുണ്ട് ഇവരെ കൊണ്ടുപോയിട്ട് അവിടെ പോയി ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇവരെ ഫോണൊക്കെ പിടിച്ചു വാങ്ങി വെച്ചിട്ടാണ് ഇവരുടെ അടുത്ത് സംസാരിച്ചിരിക്കുന്നത്. ഇവര് പറഞ്ഞിങ്ങനെ 2000 രൂപ അടുത്ത് ചോദിച്ചു പറഞ്ഞു. 2000 രൂപ അപ്പൊ വീടുകാർ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ 2000 രൂപ വാങ്ങിട്ട് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞത്. സ്പ്ലിറ്റ് ചെയ്തെടുത്ത് എന്താന്ന് വെച്ചപ്പോ പറഞ്ഞത് അത് അങ്ങനെ പറയിപ്പിച്ചതാണത്, എന്നുവെച്ചാൽ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചു പറഞ്ഞത്. പക്ഷേ അപ്പൊ അതിന് വേറെ വീടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോയിൽ വളരെ വ്യക്തമായി നിങ്ങൾ നോക്കേണ്ട കാര്യമാണ്, ഇവരുടെ 3 പേരുടെ ഫോൺ ഇവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം. 2, ഇവര് പറയുന്നു ഇവരെ പോലീസിന്റെ പേരില് ഒരാള് സന്തോഷ് ഓക്കെ, സന്തോഷിനെ കൊണ്ടാണ് ഇവരെ സ്റ്റേറ്റ്മെന്റ് എഴുതിപ്പിച്ചതും അതുപോലെ തന്നെ ചെക്ക് ഒപ്പിട്ട് വാങ്ങിച്ചതും 15 ലക്ഷം രൂപയുടേത്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾക്ക് നമ്മുടെ ഭാഗത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തിന് നമ്മൾ 5 ലക്ഷം രൂപ നമ്മുടെ ഓർണമെന്റ്സ് കൊണ്ട് വിറ്റ് പൈസ കൊടുക്കണം? 15 ലക്ഷം രൂപയുടെ 3 പേരും ചെക്കിന് ഒപ്പിട്ട് കൊടുത്തു. ആരെ നിർബന്ധിച്ചത്? നിങ്ങൾ ആ വീഡിയോ കണ്ടറിയാം, ഇവര് 3 പൂച്ചകളെ പോലെ ഇരിക്കുന്ന വ്യക്തികളാണ്. നമുക്കറിയാം ഈ പൂച്ച കണ്ണടച്ച് പാൽ കുടിക്കുന്നുണ്ട്, വേറെ ആരും കാണുന്നില്ല, സ്വയം കാണാതിരിക്കുന്നതാണ്. അപ്പൊ നമ്മള് ഒരു കാര്യം മനസ്സിലാക്കി, ഇവര് ഇങ്ങനെ ചെയ്തേല് ഇത് ഇനിയെന്ന് വെച്ചാൽ ആ ഷോപ്പിൽ ഇനി ആരെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവർക്കുള്ള ഫ്രീഡം പോയി. അപ്പൊ ന്യൂസിൽ നിന്ന് നോക്കി കണ്ടിട്ട് പെങ്കൊച്ച് സെന്ററിൽ നിന്ന് സംസാരിക്കുന്ന ന്യൂസിൽ നിന്ന് സംസാരിക്കുന്ന ഭയങ്കര ആരും പഠിപ്പിച്ചു വിട്ടിരിക്കുകയാണ്. പഠിപ്പിച്ചു വിട്ടതുപോലെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ ഭയങ്കര വ്യക്തമായിട്ട്. കാരണം ഭയങ്കര ഇതായിട്ട് അങ്ങ് ഭയങ്കര സ്ട്രോങ് ആയിട്ടൊക്കെ പറയാം. കാരണം എന്ത് പറഞ്ഞാലും എവിഡൻസ് ഇല്ല എന്നുള്ളതാണ് ഇവരുടെ സ്റ്റേറ്റ്മെന്റ് വരെ. എല്ലാ കാര്യത്തിലും എടുത്തു പറയാം. അപ്പോഴും പറയുന്നില്ല ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഒരിടത്ത് സ്റ്റേറ്റ്മെന്റ് ഇല്ല. ഇവര് സ്വന്തമായിട്ടും റെക്കോർഡ് ചെയ്ത വീഡിയോ ഉണ്ട്, നമ്മളത് കാണിച്ചു തരാം. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. അപ്പൊ ഇവര് ഇത്രയും അതല്ല, ഇത് ഇത്രയും പണം വേറെ ഇത്രയും വീട് കണ്ടപ്പോ ഇതിനകത്ത് ഒരു പ്രാവശ്യം പോലും പറയുന്നില്ല ഞങ്ങളുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഇല്ലാത്ത ജാതിയുമായിട്ട് അധിക്ഷേപിച്ചൊക്കെ പറയണല്ലോ. ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു പ്രശ്നം വേറൊരു ലെവലിൽ എത്തിക്കാൻ വേണ്ടി, കാരണം കൃഷ്ണകുമാർ BJP പാർട്ടിയിലൊക്കെ നമ്മള് എന്താ പറയാ അതാണ്. അപ്പൊ കൃഷ്ണകുമാർ അങ്ങനെ മത്സരിക്കാനൊക്കെ നിന്നിട്ടുള്ളതാണ്. ഇച്ചിരി ഹിന്ദു ഇതിലൊക്കെ ഇച്ചിരി നമ്മളെ സുരേഷ് ഗോപി ആയാലും പുള്ളി അങ്ങനെ തന്നെയാണ് BJPയിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്നത്. അപ്പൊ പുള്ളിക്കാരി എന്താ കിട്ടിയ അവസരം പാഴാക്കിയില്ല, ജാതിയുടെ കാര്യം കൂടി അങ്ങോട്ട് ഇട്ടിട്ട് സ്പിരിറ്റോട് അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ മനസ്സിലാക്കണം, അങ്ങനെ അവർക്ക് ജാതിയുമായിട്ട് ഒരാളെ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ എന്തിനു ജോലിക്ക് നിർത്തണം? അവർ ജോലിക്ക് നിർത്തുക. ഇവര് പറയുന്നു ഇവര് ഫുഡ് കഴിക്കുന്ന സ്ഥലം ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ്, അവിടെ നിന്ന് ഫുഡ് കഴിച്ച ഒരു പണി ചോറ് താഴെ പോയി കഴിഞ്ഞാൽ അതിനും തീയ ഭയങ്കരമായിട്ട് ഒച്ചപ്പാടുണ്ട്. അതിപ്പോ നമ്മൾ വീടുകളായാലും അത് കളയാതെ വൃത്തിക്ക് കഴിക്കുക, അതാണ്. അല്ലാതെ വേറൊന്നും കൊണ്ട്. പിന്നെ ദിയക്ക് ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ ദിയയുടെ ഓൺ ഷോപ്പിൽ എന്തിനു പണിക്ക് നിർത്തുന്നു? ഇവര് ചിന്തിക്കേണ്ടേ, അങ്ങനെ ഒരു ജാതി വ്യത്യാസമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ വീട്ടിലെ ഫംഗ്ഷന് എന്തിനാ അവര് ക്ഷണിക്കൂല? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാം, ഇവരൊക്കെ വെറുതെ കള്ളങ്ങനെ വിളിച്ചു പറഞ്ഞ എല്ലാ കാര്യം ഇങ്ങനെ നോണ പോലെ. ചെറിയ കാര്യങ്ങളാണെങ്കിലും ഓക്കെ, ഇവര് തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവര് പൈസ കൊടുക്കേണ്ട കാര്യമില്ല, ചെക്കിന് ഒപ്പിട്ട് കൊടുക്കേണ്ട കാര്യമില്ല, ഇവര് വിരിച്ചെടുത്ത് പോവേണ്ട കാര്യമില്ല. ഓൺ സ്പോട്ടിൽ ഇവർക്ക് കംപ്ലൈന്റ് കൊടുക്കായിരുന്നു, ഇവരെ തട്ടിക്കൊണ്ട് പോയി ഇവരെ കൊല്ലാൻ വേണ്ടി ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്നു. ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഈ ഇവരുണ്ടല്ലോ, ഈ 3 ക്യാമറയിൽ വീഡിയോയിൽ ഇത്രയും ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഇവര് തന്നെ. ഇനി ദിയയുടെ അമ്മ ഇട്ടൊരു യൂട്യൂബ് ചാനൽ വീഡിയോ കാണാം. അതിനകത്ത് അവര് ശരിക്കും കള്ളന്മാര് പിടിക്കപ്പെട്ടു പൂച്ച പോലെ ഇരിക്കൂലേ, ആ അവസ്ഥയിലുള്ളൊരു വീഡിയോ കാണാം. പിടിക്കപ്പെട്ട എന്ത് ചെയ്യാത്ത അവസ്ഥ ആ വീഡിയോ കാണാം. അപ്പൊ നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതിനകത്ത് കാണാൻ നോക്ക്, ഇതിപ്പോ വീട് ഫ്ലാറ്റിൽ ദിയയുടെ ദിയ കൃഷിയുടെ ഫ്ലാറ്റ് വെച്ചിട്ടല്ലേ, ഫ്ലാറ്റിൽ വെച്ചിട്ട് ഇവര് സംസാരിക്കുന്ന വീഡിയോ ആണ്. അവർ ദിയയുടെ അമ്മ യൂട്യൂബിൽ ഇട്ട വീഡിയോ ആണ്. ആ പോർഷനിൽ നമുക്ക് കാണുന്നത്. നിങ്ങൾ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത നിങ്ങളെ നമ്മളെങ്ങനെ വിശ്വസിക്കും? ശരിക്കും ഈ പോഷൻ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവര് മീഡിയയിൽ വരുമ്പോൾ നിന്ന പോലെ അല്ല ഇപ്പൊ നിൽക്കുന്നത് ഇല്ലേ. ഈ പോഷൻ നോക്കി ശരിക്കും എന്തൊരു പാവത്താന്മാരെ പോലെയാണ് ഇരിക്കുന്നത്. മീഡിയയിൽ ആ കണ്ണടത്തെ പെണ്ണിന് എന്തൊരു വായായിരുന്നു. വിനീത ഇത് ഇപ്പൊ നോക്കിയേ, വല്ലതും മുന്നോട്ട് നോക്കിയേ, എന്തോ ഇതാ ശരിക്കും ഇങ്ങനെയാണ് ഒരാളെ ഭീഷണിപ്പെടുത്തുന്ന ഒരാളുടെ ഫേസ് ഇങ്ങനെ ആയിരിക്കും. കരഞ്ഞു വിളിച്ച് ക്ഷീണിച്ച് പിടിക്കപ്പെട്ടല്ലോ എന്ന രീതിയിൽ ഫേസ് ഉണ്ടാവുമല്ല ഭീഷണിപ്പെടുത്തുമ്പോ. അങ്ങനെയാണ് ഉണ്ടാവുന്നത്. സാധാരണ ഇവര് ഭീഷണിപ്പെടുത്തുമ്പോ ഇങ്ങനത്തെ ഫേസ് ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത്. പക്ഷെ നമ്മളൊക്കെ ഭീഷണിപ്പെടുത്തുമ്പോ പേടിച്ചിട്ട്
നമ്മൾ ചെയ്യാത്തിട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തു എന്ന് പറയുമ്പോ എനിക്കൊക്കെ ചെയ്യാത്ത കുറ്റം പറഞ്ഞ ഭയങ്കര സങ്കടവും ദേഷ്യവും ഒക്കെ കൂടി വരും സത്യത്തില്. ഇത് പക്ഷെ പിടിക്കപ്പെട്ടിട്ട് ശരിക്കും ഒരു കൂസലില്ലാതിരിക്കും. അല്ല പിടിക്കപ്പെട്ടു ഇതൊന്നും ചെയ്യാൻ പറ്റൂല, പിടിച്ച് ഈ അവസ്ഥ നിൽക്കുമ്പോ നമ്മൾ സങ്കടത്തോടെ ഇരിക്കുന്ന അവസ്ഥയുണ്ടല്ല, ആ ഒരു അവസ്ഥയിൽ എങ്ങനെ രക്ഷപ്പെടും, എങ്ങനെ രക്ഷപ്പെടുന്ന ആലോചിക്കൂല. ആ ഒരു ഫേസാണ് അവരുടെ ചിന്തിക്കുക. ആ ഒരു ചിന്തയിലാണ് അവരുടെ ഫേസിന്റെ ആക്ഷൻ ഇരിക്കുന്നത്. അവിടെ തട്ടിക്കൊണ്ടുപോയതായിട്ടോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതായിട്ടോ. അതാണ് മൊബൈൽ ഫോൺ ഒന്നുമില്ല, അവരുടെ കയ്യിൽ ഫോൺ ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ അവര് പറഞ്ഞിരിക്കുക മീഡിയക്കാരുടെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ മുമ്പത്തെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഇവരെ ഫോണൊക്കെ തട്ടിപ്പറിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് ലോജിക്കൊക്കെ വേണ്ടേ. വർക്ക്ഔട്ട് ആയപ്പോൾ നിങ്ങൾ വിചാരിച്ചാണ് എന്തായാലും ഇത്ര ഇൻകം വരുമല്ലേ, കുറെ നമുക്ക് കൂടി എടുക്കാന്ന് വിചാരിച്ചാണ് അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങളുടെ ഒരു കുറ്റബോധം തോന്നി, കുറ്റബോധം തോന്നിയോ? എന്നിട്ടാണോ ചെയ്തോണ്ടിരുന്നത്? ഇതെപ്പോഴും അവസാനമായിട്ട് നിങ്ങൾ ചെയ്താൽ അതറിയട്ടെ. ഈ പറഞ്ഞു വിടുന്നതിന് എത്ര നാൾ തോന്നിയില്ല. കാരണം ഇന്നലെ രാവിലെ കൂടെ വിരുദ്ധ എല്ലാം ത്രട്ടൻ ചെയ്തതേ ഉള്ളൂ. സാലറി ക്രെഡിറ്റ് ആവട്ടെ, ചെയ്തില്ല. ഇവരെ കണ്ടറിയാം, ഇവരറിഞ്ഞിട്ടില്ല. ഇവര് നാറ്റ കേസ് സഹിക്കാൻ വയ്യാതെ ഇവർ നിൽക്കുക. അച്ഛനമ്മയൊക്കെ ഇനി ടിവിയിലും ഫോണിലും പേപ്പറിലും അറിയണ്ടെങ്കിൽ മര്യാദക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരാൻ പറയാം. സ്വർണ്ണങ്ങളൊക്കെ ഇട്ടിട്ടില്ലേ എല്ലാം. 5 ലക്ഷം രൂപ കംപ്ലൈന്റ് ആക്ച്വലി പറയുവാണെങ്കിൽ ചേച്ചി എന്താണ് ഇങ്ങനെ നമ്മൾ പറയുന്നത്? നമ്മൾ എത്ര ഓർഡർ നന്നായിട്ട് കൃത്യമായിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് അതിൽ നിന്ന് കുറച്ച് കാശ് നിങ്ങളെങ്കിലും ഉണ്ടാക്കുന്നുള്ള ആ ഒരു നന്ദിയെങ്കിലും കാണിച്ചാൽ ജോലി ചെയ്തുകൂടായിരുന്നു. ഇത് നമുക്ക് പേഴ്സണലി അറിയാവുന്ന എത്ര പേര് അവിടെ ഓഫീസിൽ വന്നിട്ട് നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നറിയോ? അവിടെ പോയപ്പോ ആരും ഇല്ലായിരുന്നു, അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു, സ്റ്റാഫ് ഫോൺ എടുത്തില്ല. ഹൻസിയുടെ ഫ്രണ്ടിന്റെ കൂടെ ഹൻസിക്ക്, ഇഷാനിയുടെ ഫ്രണ്ടിന്റെ കൂടെ ഇഷാനി. അപ്പൊ ഇപ്പൊ അതിനകത്ത് കണ്ടില്ലേ, അവരുടെ കയ്യിൽ ഫോൺ 3 ആളുടെ മടിയിൽ തന്നെ ഇരിപ്പുണ്ട്. ഇവര് ഫോണൊക്കെ പിടിച്ചു വെച്ചു എന്നാണ് പറയണത്. പക്ഷെ ഫോൺ പിടിച്ചു വെച്ചു, ഭീഷണിപ്പെടുത്തി, ഇവരെ കൊണ്ട് എല്ലാം എഴുതിപ്പിക്കുന്നു, അതാണ് ഇതാണ്, വീഡിയോ ഉണ്ട് ഇതൊക്കെ പറയുന്നത്. വീഡിയോ എടുക്കുന്നുണ്ട്, കാരണം അവർക്ക് തെളിവ് വേണ്ട. ഒന്നും രണ്ടും പൈസ ഇപ്പൊ ഞാൻ 40,000 രൂപ ക്യാഷ് ആയിട്ട് എടുത്തവർ പറഞ്ഞു. 40,000 രൂപ ക്യാഷ് ആയിട്ട് എടുത്തു എന്ന് ഇവര് പറഞ്ഞെങ്കിലും നിങ്ങൾ ചിന്തിക്കുക, 40,000 എടുത്തു പറയുമ്പോ എത്ര ലക്ഷം രൂപ എടുത്തു കാണും? 64 ലക്ഷം രൂപ, 69 ലക്ഷം രൂപ ഇവർക്ക് ഓൾറെഡി ലോസ് ആയി. ഇവർക്ക് ഷോർട്ട് വന്നു എന്ന് വെച്ചാൽ ഇവര് കട്ടും ഇതും ഇവര് സ്റ്റോക്ക് ഇവര് മറിച്ച് വിറ്റും ഒക്കെ കുറെ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഒരു ഓണറിന് GST അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കാൻ ഒരു ഇച്ചിരി ഇതാണ് എന്നുള്ള രീതിയിലാണ് കട നടത്തുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചില ആൾക്കാരൊക്കെ ഇച്ചിരി ഭയങ്കര ടാക്സ് ഒക്കെ അടയ്ക്കാൻ വയ്യ, ചെറിയ രീതിയിലൊക്കെ പോകണമെങ്കിൽ ചിലപ്പോൾ സ്റ്റാഫിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ അവരുടെ അക്കൗണ്ടിൽ പൈസ വാങ്ങിക്കേ, വലിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ ഇച്ചിരി പൈസ ഇപ്പൊ ബാങ്കിൽ തന്നെ നമ്മൾ തന്നെ ഒരു ട്രാൻസാക്ഷൻ നടത്തേന് 3 or 4 പ്രാവശ്യത്തിൽ കൂടുതൽ GPay ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിന് 24 hours കഴിഞ്ഞ് അടുത്ത് നമുക്കൊരു GPay ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ചിലപ്പോൾ ലിമിറ്റ് ആയി എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. പിന്നെ അതാ, പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ SBI ബാങ്ക് ആണ്, ഇപ്പൊ നമ്മൾ വേറൊരു ബാങ്കിന്റെ ഇതിൽ പോയിട്ട് നമ്മൾ പൈസ ഇതാക്കുകയാണെങ്കിൽ 10-15 ഒക്കെ ഇച്ചിരി കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടി വരും, ഫൈന് പോലെ. അപ്പോൾ ഇത് ഇവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തെളിവ് ഇവരുടെ കൈവശം ഉണ്ടോ എന്നുള്ളത് ഇവർക്കും അറിയാം, അവർക്കും അറിയാം, രണ്ട് ടീംസിനും അറിയാം. അല്ല, കട്ടിട്ട് പിടിക്കപ്പെട്ടിട്ടാണ് ഇരിക്കുന്ന ഇരിപ്പ്. പക്ഷെ മീഡിയയിൽ കാണിച്ചു കൂട്ടി ഫസ്റ്റ് വീഡിയോ കണ്ടില്ലേ, മീഡിയയിൽ സംസാരിച്ച ഭയങ്കരമായിട്ട് റഷായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അറിയാം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. ഇവരുടെ ഭാഗത്ത് തെറ്റൂല, ബാക്കിയൊക്കെ ചെയ്ത് എല്ലാം ചെയ്ത് ദിയ പറഞ്ഞിട്ടാണ്. അതെങ്ങനെയാണ് ഒരു തെറ്റ് വേറൊരാള് പറയുമ്പോ ചെയ്യാൻ വേണ്ടി നിങ്ങൾ അത്രയ്ക്ക് മണ്ടന്മാരാ? തലയ്ക്കകത്ത് കളിമണ്ണാണോ, തലച്ചോറൻ അല്ലേ ഇരിക്കുന്നത്? എനിക്ക് മനസ്സിലാവാത്തത്. ദിയ പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, ദിയ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പൈസ ഷെയർ ചെയ്തത്, എന്നിട്ട് നമ്മൾ ദിയ അത്രയ്ക്ക് മണ്ടിയാണ്. അല്ല, ഇങ്ങനെയൊക്കെ ഒരു ഒന്ന് ചിന്തിക്കണം. ഇത് ഇങ്ങനെയൊക്കെ മീഡിയ കൂടെ പറയുമ്പോൾ ഇത് കേട്ടിരിക്കുന്ന സാധാരണക്കാരെ നമ്മളെപ്പോലെ ആളുകൾക്ക് മണ്ടന്മാരാണ്. അല്ല, ഇവര് പറയുന്നുണ്ട് ഇവര് സാധാരണക്കാരായതുകൊണ്ട് ഇവർക്ക് ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അതിന് വലിയ ഇതൊന്നും ഇല്ല എന്നാണ്. ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അപ്പൊ ഒരു ചെറിയ കാര്യം വന്നാൽ പെട്ടെന്ന് അത് തീ പോലെ പടർന്നു പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇവരുടെ വിചാരം ദിയ ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഫേമസ് ആയിട്ട് അത്യാവശ്യം ഒരുപാട് സോഷ്യൽ മീഡിയ ഇവര് തന്നെ ഇതുപോലെ ഞങ്ങൾ ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിച്ചുകൊണ്ട് പ്രശ്നമായിട്ട് ഇവര് തന്നെ മുന്നേ
ഒരു വീഡിയോ ചെയ്തെങ്കിൽ ചിലപ്പോ അവരെ ഹേറ്റേഴ്സ് ഫുള്ള് ഇവർക്ക് സപ്പോർട്ടായിട്ട് വന്നേനെ. ഇവരത് ചിന്തിക്കുന്നില്ല. അപ്പൊ ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ടാ. ഇവര് എന്നെ പറയുന്നുണ്ട് ഇവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഫുള്ള് ദിയയും ഫാമിലി എടുത്തു എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഗൈസ്? അതെങ്ങനെ നടക്കൂ? നമ്മുടെ അനുവാദം ഇല്ല. അങ്ങനെയല്ല. നമ്മുടെ ഫ്രണ്ട്സ് ആയാലും ബാങ്കിലൊക്കെ വർക്ക് ചെയ്യേണ്ടി വിളിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ എടുത്തു തരുമായിരിക്കും. പക്ഷെ അത് ലീഗലി നമുക്ക് നോക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളിപ്പോ എന്റെ അക്കൗണ്ട് എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ സ്റ്റേറ്റ്മെന്റ് വേറൊരാൾക്ക് കൊടുക്കണമെങ്കിൽ അന്വേഷിക്കേണ്ട കാര്യമാണ്. ദിയക്ക് എങ്ങനെയാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടിയെന്ന് അറിയണം. അപ്പൊ ഇവരും ആ കാര്യത്തിൽ കൊണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്കും സംശയമുണ്ട്. ചോദിക്കുന്നതാണെങ്കിൽ ജാതിപരമായിട്ടൊന്നും അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അതും ചോദിക്കേണ്ടതാണ്. കുറ്റമാണ്. ആരെയും നമ്മൾ ജാതിപരമായിട്ടോ അല്ലെങ്കിൽ നിറവ്യത്യാസമോ ഒന്നും കാണിച്ച് ആരുടെ സംസാരിക്കാൻ പാടില്ല. ഭയങ്കര പ്രശ്നമുള്ള ഒരു ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഭയങ്കര ഒരു ഇതായിട്ടുള്ള. അതുപോലെ എനിക്ക് അവർ ജാതിപരമായിട്ട് അധിക്ഷേപിച്ചു തോന്നില്ല. കാരണം 69 ലക്ഷം രൂപയാണ് ഇപ്പോഴത്തെ കാലത്ത്. നമുക്ക് 10 രൂപ ശമ്പളം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തേ നമുക്ക് ആ പൈസ കിട്ടത്തുള്ളൂ. അപ്പൊ എന്തായാലും കഴിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതില് വളരെ വ്യക്തമായി തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ചെറിയ തിരുത്തുണ്ട്. ഇവര് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഇവര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് പൈസ കിട്ടുമ്പോൾ ഇവര് ഷെയർ ചെയ്ത് എടുക്കും, തുല്യമായി ഷെയർ ചെയ്താണ് എടുക്കുന്നത് എന്നാണ് പറയുന്നത്. മീഡിയയിൽ വന്നപ്പോൾ അത് നേരെ തിരിഞ്ഞു. അത് ഷെയർ ചെയ്ത് എടുത്തതിന് ശേഷം അത് ദിയയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കും എന്നാണ് പറയുന്നത്. കൃഷ്ണകുമാറിനെതിരെ പരാതി നൽകിയവർ വീണ്ടും മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് സ്ക്രീൻഷോട്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. കാരണം നമ്മൾ വിചാരിച്ചില്ലല്ലോ ദിയ ഇങ്ങനെ ഒരു പ്ലാനിങ്ങിലോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ അവിടെ ജോലിക്ക് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർ ജീവിതകാലം അവിടെ ജോലി ചെയ്യാൻ റെഡി ആയിട്ട് വേണം പോകാൻ. കാരണം അവിടെ നിന്ന് മാറാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കും. അത്രേ ഉള്ളൂ. അഞ്ജിത, ഇതാണ് ഇപ്പം പരാതിക്കാരനോ അല്ലെങ്കിൽ ആരോപണ വിധേയർന്നോ പറയാം. കാരണം 2 പരാതിയുണ്ട്. ഒന്നിവർക്ക് അനുകൂലമായിട്ട്, ഒന്നിവർക്ക് എതിരായിട്ട്. അതിലുള്ളവർ പറയുന്നത് ഈ 3 പേരായിരുന്നു കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയയുടെ സ്ഥാപനത്തിലെ ജോലിക്കാരായിട്ട് നിന്നത്. ഇതിൽ ഈ സ്ഥാപനത്തിൽ വരുന്ന പണം അല്ലെങ്കിൽ വിറ്റ് കിട്ടുന്ന പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ ഇവർ അടിച്ചു മാറ്റാൻ വേണ്ടി എടുത്തതല്ല. പകരം നികുതി വെട്ടിക്കുന്നതിന് വേണ്ടി ദിയ തന്നെ ഇവരുടെ അക്കൗണ്ടിലേക്ക് വേണം കൈമാറാൻ എന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങിച്ചതാണ്. അങ്ങനെ വാങ്ങിക്കുന്ന പണം ആഴ്ചകൾ തോറും അല്ലെങ്കിൽ 10-15 ദിവസങ്ങൾ കഴിയുമ്പോൾ ക്യാഷായിട്ട്, പണമായിട്ട്, കാശായിട്ട് ദിയയ്ക്ക് തിരികെ കൊടുക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എത്ര രൂപ അങ്ങനെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഏറ്റവും അവസാനം എത്ര രൂപ അക്കൗണ്ടിലേക്ക് കൊടുത്തു തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്ക് വ്യക്തതയില്ല. എന്തായാലും അത്രയും രൂപ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പണം ഇവർ അടിച്ചു മാറ്റിയിട്ടില്ല. അപ്പോൾ അതിലൊരു ചോദ്യമായിട്ട് ഉയരുന്നത് ഈ ഒരു 8 ലക്ഷത്തിൽ അതൊരു 8.5 ലക്ഷം രൂപ ഇവർ കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പൊ അടുത്ത് ഈ ഒരു പ്രശ്നമൊക്കെ ആയ ശേഷം അതെന്തിനാണ് അങ്ങനെ പൈസ കൊടുത്തത്? അതുതന്നെയാണ് അവർ പറയുന്നത്. ഇത്തരത്തിൽ ഇവരെ കുടുക്കും എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് 28-ാം തീയതി, മെയ് 28-ാം തീയതി അവരവിടുത്തെ ജോലി അവസാനിപ്പിച്ച് പോകാൻ തീരുമാനിക്കുന്നു. ദിയയുടെ വളരെ മോശമായിട്ടുള്ള പെരുമാറ്റം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ജോലി സമയം, ഈ കാരണങ്ങളൊക്കെ കൊണ്ട് ദിയയായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഈ 3 പേരും ഒരുമിച്ച് ജോലി നിർത്താൻ തീരുമാനിക്കുന്നു. അന്ന് വൈകുന്നേരം മുതൽ, അതായത് 28-ാം തീയതി 29-ാം തീയതിയൊക്കെ തന്നെ ദിയ ഇവരെ ഭീഷണിപ്പെടുത്തുകയും ഇവർ പണം അടിച്ചു മാറ്റി എന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇവരെ കൊടുക്കും എന്ന തരത്തിലുള്ള ഭീഷണി തുടർന്നു. അതിന് പിന്നാലെ അത്തരത്തിൽ കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി ആണ് ഇവർ 8,82,000 രൂപ ഇവരെ തടഞ്ഞു വെച്ച സമയത്ത്, അതായത് 30-ാം തീയതി രാവിലെ ഏതാണ്ട് 11 മണി മുതൽ വൈകുന്നേരം 4:30 വരെ ഇവരെയും ഇവരുടെ 3 പേരിൽ 2 പേരാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. അവരുടെ 2 ഭർത്താക്കന്മാരെയും അവിടെ ഈ അമ്പലമുക്കിലുള്ള കൃഷ്ണകുമാറിൻ്റെ ഓഫീസിൽ കൊണ്ടുപോവുകയും കൃഷ്ണകുമാറും 4 മക്കളും ഭാര്യയും അവരുടെ ഡ്രൈവർമാരും അടക്കമുള്ള സഹായികളൊക്കെ തന്നെ ചേർന്നുകൊണ്ട് അവരെ തടഞ്ഞു വെക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. 8,82,000 രൂപ വേണം എന്ന് ആവശ്യപ്പെട്ടു. അതിനുശേഷം അതുകൊണ്ട് അവിടെ നിന്ന് പോകുന്നതിന് വേണ്ടിയാണ് പണം കൊടുത്തു എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, അപ്പം നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിന് പണം കൊടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പം നിങ്ങൾ പലതും പറയുന്നുണ്ടെങ്കിലും അതിലൊക്കെ സംശയമുണ്ട്. കാരണം ചില്ലറ കാശല്ല നിങ്ങൾ കൊടുത്തത്. 8,82,000 രൂപ എന്തിനാണ് അത്രയും കൊടുത്തത്? ഞങ്ങൾ ഭീഷണിപ്പെടുത്തുമായിരുന്നു.
ഞങ്ങളുടെ വീഡിയോ ഒക്കെ അങ്ങനെ ഇടും, നിങ്ങൾ കള്ളന്മാരാ ക്രിമിനൽസ് ആണെന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസ് ഇടുന്നു. അവർ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. ഞങ്ങളെന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ട ആൾക്കാർ, ഞങ്ങളുടെ അമ്മമാരും അച്ഛന്മാരൊക്കെ ഇത് കണ്ടാൽ അവർക്കൊക്കെ വിഷമമാകും. അങ്ങനെ പിന്നെ അവർ നല്ല ഭീഷണിപ്പെടുത്തി ഞങ്ങളുടെ വീട് കത്തിച്ച് കളയും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആണെങ്കിലും നിങ്ങളും നിങ്ങളുടെ ഭർത്താവിനൊപ്പം സുഹൃത്തിൻ്റെ ഭർത്താവുണ്ട്, ആൾക്കാർക്കൊക്കെ ഒപ്പമാണ് പോയത്, പകലാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന് മറ്റു മാർഗ്ഗങ്ങളൊന്നും ഇല്ലായിരുന്നു ഇത്രയും പൈസ കൊടുത്ത് മാത്രം രക്ഷപ്പെടാൻ? ഞങ്ങൾ പോയി, ഒരു പ്രശ്നം ഇനി ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ഫ്ലാറ്റിലാണ് ഞങ്ങളെ കൊണ്ടുവന്നത്. അവിടെ ദിയയും അശ്വിനും മാത്രമേ ഉള്ളൂ. നല്ല സ്നേഹത്തോടാണ് ഞങ്ങളെ വിളിച്ചു വരുത്തി, ഒരു പ്രശ്നമില്ല, നിങ്ങളിവിടെ വന്ന് നിങ്ങളെ ഒന്ന് കണ്ടാൽ മതി, പറഞ്ഞു തീർത്ത് പ്രശ്നമെല്ലാം സോൾവാക്കി വിടാമെന്നും പറഞ്ഞ് പോയി. ഞങ്ങൾ ഇരുന്ന് ഈ പൈസ മേടിച്ച് കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ അവിടെ വന്ന്, കൃഷ്ണകുമാറിൻ്റെ കൂടെ കുറേ ആൾക്കാർ, അവരുടെ ഡ്രൈവറൊക്കെ ആണെന്ന് പറയുന്ന കുറേ പേര് അവിടെ വന്നു. അവിടെ തന്നെയാണ് ഈ പ്രശ്നം. കാരണം ഫ്ലാറ്റിൽ വെച്ചാണ് ഈ പൈസ കൊടുക്കുന്നത് അല്ലേ? ആ ഫ്ലാറ്റിൽ ആരുമില്ല. രാവിലെ ഒരു 10 മണിയോട് കൂടിയാണ് നിങ്ങൾ കുറച്ച് പേര് തുറസായ സ്ഥലം, അപ്പുറത്ത് സെക്യൂരിറ്റി ഉണ്ട്, ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞത് ഒരു പോലീസ് ഉണ്ടായിരുന്നു, പോലീസ് നിങ്ങളെ കൊണ്ട് എഴുതിയെടുത്തു. ആ പോലീസൊന്നും അവിടെ ഇല്ല ഈ ഫ്ലാറ്റിൽ. പിന്നെ എന്തിനാണ് അപ്പോൾ നിങ്ങൾക്ക് 82 ലക്ഷം രൂപ കൊടുക്കുന്നത്? നേരത്തെ പറഞ്ഞ ഒരു പൊരുത്തക്കേടുണ്ട്. കാരണം ഭർത്താവിനെ തടഞ്ഞു വെച്ചു, അവിടെ ഉച്ചവരെ ഇരുത്തി, അതിനുശേഷം ഉച്ചയ്ക്ക് ഭർത്താവിനെ വിട്ടു, പണയം വെച്ചു എന്നൊക്കെയാണ്. അപ്പം നിങ്ങൾ പറയുന്നതായിട്ട് പൊരുത്തക്കേടുണ്ടല്ലോ? ഇല്ല, അവിടെ 82 ലക്ഷം അല്ല കൊടുത്തത്, അവിടെ ഞങ്ങൾ 5 ലക്ഷം രൂപയോളമാണ് കൊടുത്തത്. അങ്ങനെ കൊടുക്കുന്നത് ഇപ്പം എന്നോട് ഒരാൾ പറഞ്ഞത്, ഞങ്ങൾ നശിപ്പിച്ച് കളയും, നിങ്ങളുടെ ജീവിതമേ നശിപ്പിച്ച് കളയും, നിങ്ങൾക്ക് പുറത്തൊന്നും വിടാതെ, ഹസ്ബൻഡിനൊക്കെ പുറത്തൊക്കെ ജോലിയുള്ള ആൾക്കാർ, പുറത്ത് വിടാൻ അനുവദിക്കത്തില്ല, നിങ്ങളുടെ ജീവിതമേ ഞങ്ങൾ നശിപ്പിച്ച് കളയും. ഞങ്ങൾക്ക് ടെൻഷനായി, വീട്ടിൽ ഞങ്ങൾക്ക് നാണക്കേടാവും. ഞങ്ങൾ ഇതുവരെ ഇങ്ങനൊന്നും ഒരു അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. മുമ്പ് പറഞ്ഞതല്ല ഇപ്പം പറയുന്നത്. ആ മീഡിയയിൽ തന്നെ അവിടെ തന്നെ സംസാരിക്കുന്നത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അല്ലേ? പറയുന്നതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും വരുന്നുണ്ടെന്ന്. സംഭവം ആദ്യം 8 ലക്ഷത്തി സംതിങ് കൊടുത്തു, എവര് പറഞ്ഞത് 5 ലക്ഷം എന്ന് പറഞ്ഞു. ആദ്യം അവര് മീഡിയയിൽ പറയാം 8 ലക്ഷം കൊടുത്തു എന്ന് പറയുന്നു. അപ്പൊ ഞാൻ ചോദിക്കാം, നമ്മള് തെറ്റ് ചെയ്യാത്തൊരു വ്യക്തിയെ ഭീഷണിപ്പെടുത്തുമ്പോ എന്തിനു നമ്മൾ പൈസ കൊടുക്കണം? ഇപ്പോഴത്തെ ഒരു നമ്മൾ തട്ടിക്കൊണ്ടുപോയി ഒരാൾ പൈസ ഭീഷണിപ്പെടുത്ത് വാങ്ങാണ്, ചെക്കിലൊക്കെ ഭീഷണിപ്പെടുത്ത് ഒപ്പിടിച്ച് പറഞ്ഞു വിടാണ്. രണ്ടായിരിക്കും. നമ്മൾ പേടിച്ചിട്ട് ഒപ്പിടുന്നതും നോർമലി ഒപ്പിടുന്നതും വ്യത്യാസം ഉണ്ടാവും. പിന്നെ നമ്മൾ ഒരാൾക്ക് പൈസ വാങ്ങി കൊടുക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, നേരെ ഓടിപ്പോണത് നേരെ പോലീസ് സ്റ്റേഷനിലാണ്. അതാണ്, ആരെങ്കിലും കണ്ടൊന്ന് ഹെൽപ്പ് ചോദിക്കും. ഇവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ടിട്ട് അവര് വെയിറ്റിംഗ് ആയിരുന്നു. എന്തിനു വെയിറ്റ് ചെയ്തു? എന്തുകൊണ്ട് 8 ലക്ഷം കൊടുത്ത് കേസ് കൊടുത്തില്ലാന്ന് ചോദിച്ചപ്പോ വേറൊരു ന്യൂസിൽ ചോദിച്ചപ്പോ ആ പെങ്കുച്ച് പറഞ്ഞത്, കർണാടകത്തെ പെങ്കുച്ച് പറഞ്ഞ കാര്യം, ആ പെങ്കുച്ച് പറഞ്ഞ കാര്യം വെച്ചാല് അതിപ്പോ ഞങ്ങളുടെ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അഡ്വക്കേറ്റ് പറഞ്ഞതുകൊണ്ടാണ് തിങ്കളാഴ്ച ആവുമ്പോഴത്തേക്കും നമുക്കത് ഏത് പൊട്ടനാണ് അയാള്, അത്രയ്ക്കും മണ്ടന്മാരാണ് അഡ്വക്കേറ്റ്. ഇത്രയും പൊട്ടന്മാരായ വക്കീലന്മാരെ പോയി കണ്ട് വക്കീല് പറഞ്ഞിട്ടാണ് കൊടുക്കുക. ഏതൊരു സ്റ്റേഷനിലായാലും ഏതൊരു വക്കീലിനെ കണ്ടിട്ട് നമ്മളെ തട്ടിക്കൊണ്ട് പോയി, നമ്മളെ ഭീഷണിപ്പെടുത്തി നമ്മളൊന്ന് പൈസ ഇങ്ങനെ വാങ്ങിച്ചു എന്നുള്ള രീതിയിലാണെങ്കിൽ അവരെ ടക്കേന്ന് പറഞ്ഞിട്ടായിരിക്കും കേസ് ഇതാക്കുന്നത്. എവിടെയാണ് നമ്മൾ ഒരാളെ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞ് ഞായറാഴ്ചയാണ് തിങ്കളാഴ്ച പോയിട്ട് വാ എന്ന് പറയുമ്പോ ആരാ പറയുന്നത്? 8 ലക്ഷം സംതിങ് രൂപ, 8,82,000 രൂപ കൊടുത്തു വിടണത്. അപ്പൊ 8,82,000 ഒരു തെറ്റും ചെയ്ത പാവങ്ങളെ ഇവരെന്തിന് 8,82,000 കൊടുക്കണം? ഇപ്പൊ ദിയ വളരെ സ്നേഹത്തോടെ വിളിച്ചു 5 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ കോംപ്രമൈസ് ചെയ്യാം. അപ്പൊ ഇവര് എന്ത് ഉദ്ദേശത്തിൽ ഇവര് കാരണം ദിയക്ക് 200 ഓർഡർ മിസ്സായി പോയി, അതുകൊണ്ടാണ് എൻജോയ്മെന്റ് കൊടുത്തത്. നമ്മള് ദിയ വിളിച്ച് സംസാരിക്കണൊക്കെ ഭയങ്കര റോങ് ആയിട്ടൊക്കെ ദിയ ദേഷ്യത്തിലൊക്കെ സംസാരിക്കുന്നത്. 69 ലക്ഷം രൂപ എന്ന് പറയുന്നത് ചുമ്മാ ഉള്ളതല്ല. പിന്നെ ഈ ദിയയുടെ ഈ എന്താ പറയാ ഇൻസ്റ്റയില് പോയി നോക്കിക്കഴിഞ്ഞാല് എത്ര ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്? 3 ലക്ഷം ഫോളോവേഴ്സ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാ കസ്റ്റമേഴ്സും ഇവരുടെ ഫ്രണ്ട്സും അതുപോലെ അനിയത്തിന്റെയും ചേച്ചിമാരുടെ ഒക്കെ ഫ്രണ്ട്സ്, അമ്മയുടെ ഫ്രണ്ട്സ്, ഇവര് ഫാമിലിന്ന് ഇവര് പോയി ഡ്രസ് എടുക്കുമ്പോ പോലും പേയ്മെന്റ് ചെയ്തിട്ടാണ്. ഓർണമെന്റ്സ് ഉണ്ട്, ഡ്രസ്സിന്റെ ഇതുണ്ട്, എല്ലാതും ഉണ്ട്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കാം, ഇത് പണത് മൊത്തം ഈ പെണ്ണുങ്ങള് 3 പണിക്കാരും കൂടി ചേർന്ന് പണിയെടുക്കാൻ വേണ്ടി വിളിച്ചിട്ട് പണി സംഭവം കക്കുന്നുണ്ട്. കട്ടതോ പോട്ടെ, എന്നാ പണിയെടുക്കാൻ ഒരു മനസ്സിലാണ്. 5 വരെ ആവാൻ വേണ്ടി അലാറം വെച്ച് 3 ആൾക്കാരാണ്. പക്ഷെ
7,000 രൂപ 7,000 രൂപ ഒരു കസ്റ്റമർ പേയ്മെന്റ് ചെയ്തപ്പോ അത് ക്യാഷ് ആയിട്ട് വേണമെന്ന് നിർബന്ധം പിടിച്ച് 5:30 ഡ്യൂട്ടി ഓഫ് ചെയ്ത് ഓടുന്ന ആൾക്കാർ അന്ന് 6 മണിയായിട്ടും വെയിറ്റ് ചെയ്തിരുന്നു. കസ്റ്റമർ 7,000 രൂപ കൊണ്ടുവരുന്നതാ. അതും വാങ്ങിച്ചിട്ടാണ് അവര് പോയിരിക്കുന്നത്. ആ കാശ് വേണ്ടി അവർ നേരത്തെ തിന്നാൻ വേണ്ടി പോയി. അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്തത്. അല്ലെങ്കിൽ ഒരു പണി അവരുടെ ശമ്പളത്തിൽ നിൽക്കുന്ന പൈസ നിൽക്കുമായിരുന്നു. ഇല്ല, ഓടിക്കണം. ഇപ്പൊ നമ്മള് ഒരു സ്ഥാപനത്തിൽ വർക്ക് ഇപ്പൊ ഞാൻ തന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പെരുന്നാള് അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോ ബോണസ് കിട്ടാറില്ലേ? കിട്ടാറുണ്ട്. അപ്പൊ ദിയ എനിക്ക് തോന്നുന്നു ഇവര് പറയുന്ന ഇവരുടെ അഡ്രസ്സിലാണ് പിന്നെ അബ്രോഡ് സാധനങ്ങളൊക്കെ കയറ്റി അയക്കുന്നത്. ഇവരുടെ അഡ്രസ്സ് വെച്ചിട്ടാണ്. അപ്പൊ ഇവർക്ക് 5,000 രൂപ കമ്മീഷനും കിട്ടും എന്നുള്ള രീതി അവര് പറയുന്നത്. അപ്പൊ അഥവാ അങ്ങനെ ദിയ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ പൈസ ഇവർക്ക് കിട്ടിയിട്ടില്ലേ? സത്യം പറഞ്ഞാൽ ഇവര് നല്ല രീതിയിൽ ഇവര് നന്നായിട്ട് കട്ടിട്ടുണ്ട്. പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവര് ആ പൈസ ഇവർക്ക് കൊടുക്കാൻ എത്രയും പൈസ കൊടുക്കേണ്ടല്ലോ. ഇതില് തന്നെ വിനീതയുടെ ഹസ്ബൻഡ് ഗൾഫിലാണ്. അപ്പൊ വിനീതയുടെ ഹസ്ബൻഡിനെ വിളിച്ച് സംസാരിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും പറഞ്ഞ് വിനീത ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിൽ തന്നെ ഭർത്താവ് എന്താ പോങ്ങന, ഭർത്താവ് ഒന്നും മിണ്ടിയിട്ടില്ല. കൃഷ്ണകുമാർ വിളിച്ചു ഭീഷണിപ്പെടുത്തി, പോലീസ് വരും, അവരെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, എന്താണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കൃഷ്ണകുമാർ കുറെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ നിരത്തി പറയുമ്പോഴത്തേക്കും അവൻ പോങ്ങനായിട്ട് മിണ്ടാതെ വായുമ്പൊത്തിയിരിക്കുക. അപ്പൊ എന്താ സ്വന്തം ഭാര്യ ചെയ്ത തെറ്റ് ഭർത്താവിന് വരെ അറിയാം, മനസ്സിലായി. ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ഒക്കെ കക്കല. അപ്പൊ സമ്മ ഫുള്ളും നല്ല കള്ളത്തരം നടത്തിയിട്ടുണ്ട്, നല്ല രീതിയിൽ മോഷിച്ചിട്ട്. അപ്പൊ ആ പൈസ ഫുള്ള് തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥ. പേഴ്സണലി ഇപ്പൊ നമുക്ക് പറയാനുള്ള അഭിപ്രായം എന്ന് വെച്ചാൽ ഇപ്പൊ ഇവര് പറയുന്ന GS തട്ടിപ്പിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് അന്വേഷണം നടക്കും. അപ്പൊ ഇതെന്തായാലും ഇതൊന്ന് ക്ലിയർ ആയിട്ട് വേണം. അപ്പൊ അതെന്തായാലും ഒരു GST ഇൻകം ടാക്സ് വന്ന് ഇവരെ ഒന്ന് വരും ദിവസങ്ങളിൽ ഇതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ എത്ര ലക്ഷം തട്ടിപ്പ് നടത്തിയ സംഭവങ്ങളൊക്കെ നാളെ തിങ്കളാഴ്ച മുതൽ ബാങ്കുകാരിലൊക്കെ തുറന്നു സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്ത് പോലീസിന്റെ ഭാഗത്ത് നല്ല രീതിയിൽ അന്വേഷണം നടന്നു കഴിയുമ്പോൾ പുതിയ ന്യൂസുകളൊക്കെ വരുമ്പോൾ അപ്പൊ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ എന്താ സംഭവം നടന്നതൊക്കെ. പക്ഷെ ഇതുവരെ ഇപ്പൊ ഞായറാഴ്ചയുള്ള സംഭവം വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ഭാഗത്താണ് ഈ 3 പെണ്ണുങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്. അവർക്ക് ഈ പൈസ കട്ട പൈസ തിരിച്ചു കൊടുക്കാൻ വയ്യാത്തോണ്ട് ഇവര് നൈസിനെ ഇവരെ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി. മറ്റേ പെണ്ണ് പറയുന്നുണ്ട് ഇവരുടെയൊക്കെ വീട് കത്തിച്ചിട്ട് ഇവർക്ക് എന്ത് കിട്ടാനാ നേട്ടം? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ 69 ലക്ഷം ചെറിയ എമൗണ്ട്, ഇത്ര വലിയ എമൗണ്ട് ആരെയും കട്ടാൻ നമ്മൾ വെറുതെ അവര് ഫാമിലി ആയിട്ട് ഒത്തിരി ഇഷ്യൂസും കാര്യങ്ങളും. ഇപ്പൊ ഫിലിം ആർട്ടിസ്റ്റ് ആയാലും പാവങ്ങളായാലും എല്ലാ മേഖലയിലും താമസിച്ചും ജീവിച്ചും വരുന്ന വ്യക്തികൾക്ക് അതിൻ്റെതായ സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ ദിയ പ്രഗ്നന്റ് ആയിരുന്ന സമയം ആയതുകൊണ്ടാണ് ഇവർ ഇത്രയും കക്കൽ നടത്തിയത്. കാരണം ദിയ ഓഫീസിൽ മീൻസ് ഷോപ്പിൽ പോകുന്നതേ ഇല്ല. ദിയ ഹോസ്പിറ്റലിൽ കാര്യങ്ങള് ട്രാവല് കാര്യങ്ങളൊക്കെ അതൊക്കെ അവരുടെ പേഴ്സണലി കാര്യങ്ങളാണ്. നമ്മളൊരു ജോലി ഏൽപ്പിച്ചിട്ട് നമ്മൾ മാന്യമായിട്ട് ആ ജോലി തന്നെ നോക്കി നടത്തുക എന്നതാണ് നമ്മൾ സ്റ്റാഫ് നമ്മുടെ ഉത്തരവാദിത്തം. ആ സത്യസന്ധത കാണിച്ചിരുന്നെങ്കിൽ ഇവർക്കൊരു ആവശ്യം വരുമ്പോ അവര് ഉപകാരപ്പെട്ടേനെ. അല്ല ഇവരെ കൊണ്ട് അവർക്ക് വലിയ ഉപകാരമൊന്നുമില്ല. ഇവരിപ്പോ കട്ടുമുടിപ്പിച്ചൊന്നും അല്ലാതെ. ഇപ്പൊ ദിയ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദിയയുടെ കടയിൽ വന്ന് ഇപ്പൊ ഓസിയുടെ ഫ്രണ്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ഇവർ ഇതേ സെയിം കാര്യങ്ങളാണ് ഓസിയുടെ ഫ്രണ്ടിന്റെ അടുത്തും പറഞ്ഞിരിക്കുന്നത്. ATM വർക്ക് ആവുന്നില്ല, അതുപോലെ കാർഡ് മിഷൻ വർക്ക് ആവുന്നില്ല, ഗൂഗിൾ പേ വർക്ക് ആവുന്നില്ല. അതുകൊണ്ട് ഇവരുടെ അക്കൗണ്ടിൽ ക്യാഷ് ആയിട്ട് വേണം. അപ്പൊ ഇവരുടെ ഇപ്പൊ ദിയയുടെ കസ്റ്റഡിയിൽ ഇഷ്ടംപോലെ തെളിവ് കിട്ടിക്കഴിഞ്ഞു. ഓൾറെഡി ഒത്തിരി ആൾക്കാർ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. ഇവരെ കടയിൽ വരുമ്പോ കറണ്ട് ഉണ്ടാവാറില്ല, സ്റ്റാഫ് ഉണ്ടാവില്ല, സ്റ്റാഫ് എടുക്കില്ല. മനസ്സിലാവും റിവ്യൂ കൊടുത്തത് വളരെ മോശമാണ്. കാരണം ഇവര് കക്കോള വെക്കണം, മാനോട് പണിയെടുത്തോ അതും ഇല്ല. ഇവര് ഷോപ്പിലെ വരത്തില്ല, മുങ്ങി നടക്കല പരിപാടി. ഇവര് പൈസ കിട്ടുമ്പോ ഇവര് കാണത്തില്ല. അങ്ങനെയാണ് കള്ളത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ദിയക്കും കുറെ ആൾക്കാരുടെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ട്. ദിയയുടെ അടുത്തും കുറെ ആൾക്കാർ കംപ്ലൈന്റും ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ കഴിയുമ്പോഴത്തേക്ക് അറിയാൻ വേണ്ടി പറ്റും. അതായത് ബൈ.